ഹായ്, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പിലുള്ള ആൾക്കാർ ഫുള്ള് ഇപ്പം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവനാണ് അച്ചു. ഇവൻ ട്രെയിനിന് 2 തല ഉണ്ടെന്ന്, എന്നിട്ട് ഇവൻ ബാക്കിൽ പോയിക്കുക. അപ്പോൾ നമ്മളെ കോച്ചുമാരൊക്കെ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് ആലുവ വെച്ച് ബാക്കി കാണാം അല്ലേ. റിസ്വാൻ ഉണ്ട് കേട്ടോ, കൊടി എടുത്തിട്ടില്ല എന്നുള്ളൂ. ബാക്കി റെഡി. ഒരു 7:15 ഞങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ വ്ളോഗറല്ലേ. ഒരു 7:15 ഞങ്ങളിപ്പോൾ ആലുവ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടൂറിസ്റ്റ് ബസ്സിലാണ്. ഇതാ ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എന്താ ഓഫാക്കി ഞാൻ ഇവിടെ പറയണ. ഹായ്, അപ്പോൾ ഒരു ഇനിയിപ്പോൾ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് അവിടുന്ന് ബസ്സുണ്ട്, ടൂറിസ്റ്റ് ബസ്, അതിൽ കയറി എവിടേക്കാണ് നമ്മൾ പൂപ്പാറ. അപ്പോൾ ഡോഫയിലെ ക്യാമ്പ് പൂപ്പാറയിലാണ് പ്രാവശ്യത്തെ. ഇതാ എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഒന്ന് കാണിച്ചെടുക്ക്. ഓക്കെ. അപ്പം ഇനി ടൂറിസ്റ്റ് ബസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് എന്താണ് മൂന്നാറിലേക്ക് പോവാണ്. എല്ലാവരും ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സത്യം പറയാൻ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഒന്നാമത് ജലദോഷമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യണത്. ഇങ്ങനൊരു സൗണ്ടിൽ, ഒരു വ്യത്യസ്തമായ ഒരു സൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. വാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനിയിപ്പോൾ ബസ്സിൽ കയറാം, വെള്ളമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ബസ്സിൽ കയറാം. ബസ്സിൽ കുറച്ച് ഇംഗ്ലീഷ് പണികളുണ്ട്, കുറച്ച് പൊട്ടിത്തെറിപ്പിന് കൈകാലം മുളച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടില്ല. പക്ഷേ രാത്രിയാണെങ്കിൽ ഇതിന് ഡബിൾ ഞാൻ പറയും. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒന്നും പറയാൻ കിട്ടുന്നില്ലേ, എന്ത് ചെയ്യാ. ഇനിയിപ്പോൾ എന്താ ബസ്സിൽ കയറാം അല്ലേ ചേർത്തെ? ഞാൻ കയറട്ടെ. മനുവേട്ടൻ ഒന്ന് ഞാൻ വ്ളോഗറാണ്. അത്തായ പഷ്ടിക്കാരുണ്ടോ? അപ്പൊ എല്ലാവരും ഏകദേശം സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞു വിചാരിക്കണു. ബാക്കിലൊക്കെ ഫുള്ള് സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം കൊടുക്കുന്ന ആളൊക്കെ ഉണ്ട്. നമുക്ക് വടയൊക്കെ ഉണ്ട്, വടയും ചായയൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. സീറ്റൊക്കെ സെറ്റാണ്. ഇവിടെ ഒരുപാടൊന്നുമില്ല, ഇവിടം വരെ ഉള്ളൂ, നടക്കാനൊന്നുമില്ല. മറ്റേതൊക്കെ ഇതെന്താണ് ലേറ്റില്ലേ, ബാക്കി ഇനി കുറച്ചുണ്ടോ അല്ലേ. ഹായ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തി. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു അടുത്തുള്ള ഒരു ഭാഗത്ത് നിർത്തിയിരിക്കുകയാണ്. എന്താ ലെവലൊന്നും അറിയില്ല, പോയി നോക്കാം, ഫുഡ് കഴിക്കാം. സത്യം പറയാം, നല്ല ഡാൻസൊക്കെ കളിച്ചിട്ടേ നല്ല ഉറക്കമുറങ്ങി എല്ലാവരും. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ പാട്ടൊക്കെ ആയിട്ട് ഫുള്ള് വൈബായിരുന്നു. പാട്ടായിരുന്നു ഏറ്റവും രസം. വാം റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ട്, ഫ്രണ്ടിലാണ്. ഇത് നമ്മളിപ്പോൾ മൂന്നാർ കയറിയില്ലേ? ഒരു മണിക്കൂറും കൂടി ഉള്ളൂ പൂപ്പാറയ്ക്ക്. ഇനിയിപ്പോൾ എന്താ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്താണ് ക്യാമ്പ്, നമ്മളെ ക്യാമ്പിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ A to Z ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. ഓൾറെഡി എൻ്റെ ഇൻസ്റ്റത്തെ വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാലും ഒരു വലിയൊരു ലെങ്ത് വീഡിയോ ഞാൻ കിട്ടാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട് ഓഫ് ഫൈൽ ക്യാമ്പിൻ്റെ ഒരു വലിയൊരു വീഡിയോ എന്തായാലും അടിപൊളിയാക്കി ഇടണമെന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് പോയി ഫുഡ് കഴിക്കാം അല്ലേ, ആ ഹോട്ടലിൽ അല്ലേ. ഹൈ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നു. മറ്റേ വാം റെസ്റ്റോറൻ്റാണ് ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിൻ്റെ കട ഉണ്ട്, ചെറിയൊരു കട. സംഭവം എനിക്ക് ഒന്നും വാങ്ങാനൊന്നുമില്ല, പക്ഷേ അമ്മച്ചിനെ കണ്ടപ്പോൾ വെറുതെ വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അല്ലേ. എന്താ ഇവിടെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ദേവികുളം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുവഴി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, ഒരു സഹായം അമ്മച്ചിക്ക് വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും ചെയ്യണം എല്ലാവരും. ഇതാണ് നമ്മളെ ഷോപ്പ്. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ അമ്മച്ചി? ഓക്കെ. അപ്പോൾ അമ്മച്ചിൻ്റെ വക ഞങ്ങൾക്ക് 2 മുന്തിരി വന്നു, ഫ്രഷ് മുന്തിരി. ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടുമോ?
ഇത് നമ്മളെ ഇടപഴകണം, എന്നാൽ തന്നെ ഇതൊക്കെ കിട്ടുള്ളൂ. നമ്മളെ സംസാരം നമ്മളെ രീതിക്ക് അനുസരിച്ചുണ്ടാവും അല്ലേ? മനുഷ്യനായാൽ മതി അല്ലേ? അത്ര മതി കേട്ടോ. നല്ല മുന്തിരി ഇട്ടുണ്ട് അമ്മച്ചിന്. അമ്മച്ചിക്ക് നല്ല നാണം, ഒരേ ചിറി. ഓർഡർ ചെയ്യും. മുട്ടായി ഉണ്ട്, എന്നാലും മുന്തിരി കൊള്ളാം. എന്നാ അച്ചു മുന്തിരി. അപ്പോൾ ഓക്കെ, ഹൈ ഗായ്സ്. അപ്പോൾ പാവപ്പെട്ട ഞാൻ ഇത്ര നേരം ഫോണിലായിരുന്നു കുറേ നേരം വോയിസ് പറഞ്ഞത്. പക്ഷേ കുറച്ച് അപ്ഡേറ്റ് ആവാൻ വേണ്ടി ചെക്കൻ എനിക്ക് മൈക്കൊക്കെ തന്ന് സഹായിച്ചു. അഭിനന്ദനങ്ങൾ. അത് തരാം. അപ്പം എന്തായാലും നമുക്ക് മൈക്ക് കിട്ടിയിട്ടുണ്ട്, സന്തോഷം. ഇനി ബാക്കി പറഞ്ഞു. ആ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് അതാ കാണുന്ന ആ മോളിലേക്കാണ് നമ്മളെ സ്റ്റേ. കറക്റ്റ് സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, മാക്സിമം അല്ലേ. ഇവിടുന്ന് നമ്മൾ അപ്പോൾ ഇതിനാ പോണത്, എന്തിന് ജീപ്പിലാണ് പോണത്, ഓഫ് റോഡ്. അപ്പോൾ നമ്മളെ ഗ്യാങ്ങുകളൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ബസ് ഇവിടെ ഇരിക്കും, ബസ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ജീപ്പിലായിരിക്കും പോണത്. അവിടെ എത്തിയിട്ട് ഇനി എന്തൊക്കെ വെൽക്കം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ ഉണ്ട്, കുറേ ഇംഗൃതാല പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തണം എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇവിടം വരെയുള്ള ഒരു അപ്ഡേഷൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്ന് മാത്രം. ഓക്കെ അല്ലേ? ഓ നോ, ഈ കാണുന്ന മലൻ്റെ മുകളിലാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരിടം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു, സൂപ്പർ. എല്ലാവരും വരുന്നുണ്ട്, കുറേ പേരൊക്കെ താഴ്ത്തുണ്ട്, നേരത്തെ വന്നവരൊക്കെ. ഇതാ ഞാൻ അടിപൊളിയില്ലേ? സെറ്റ്. വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ, വെൽക്കം ഡ്രിങ്ക്സ്. അപ്പോൾ എന്താണ് നോക്കാം, സ്പെഷ്യലാണോ നോക്കട്ടെ. പച്ചവെള്ളമാണോ കലക്കിയ വെള്ളമാണോ എന്നൊക്കെ നമുക്ക് ഒഴിക്കുമ്പോൾ അറിയും. അതെ നമ്മളെ ചേട്ടൻ. കലക്കിയ വെള്ളം, നാരങ്ങ വെള്ളം. ആക്ച്വലി എനിക്ക് ജലദോഷമാണ്, അപ്പോൾ ഞാൻ കുറച്ച് കുടിക്കണുള്ളൂ. ഒരു ടീയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഫൈൽ ക്യാമ്പ്. നല്ല പഴംപൊരി ഉണ്ട്, ചായ ഉണ്ട്, സെറ്റ്. ഞാനിപ്പോൾ പഴംപൊരി കഴിക്കട്ടെ. അപ്പോൾ ഗായ്സ്, ഈവനിങ് നമ്മൾ ചെറിയൊരു പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ചെറിയ ഗെയിം. ഇതവരാണ് മറ്റേ ബുദ്ധിയില്ലാത്ത കുറച്ച് ക്യാപ്റ്റന്മാർ, ഈ 5 ആള്. 1 2 3 4 5. ഇവരൊക്കെ ഇനി 5 ബുദ്ധിയില്ലാത്ത കുറേ ആൾക്കാർ പിരിയാൻ പോവാണ്. ഇത് 5. ഇതാണ് നമ്മളെ വേടൻ സാർ. അപ്പൊ അപ്പിലും ഇവിടെ ഉണ്ടാ, ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ ക്യാമറമാൻ ഒപ്പം ഉണ്ടാവണം. എന്താന്നറിയില്ല, എല്ലാ ടീമിലും എന്നെ തന്നെ ആവശ്യം, ഞാനേ മെയിൻ. ഞാൻ ഇവിടെ ഈ ടീമിലുണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ടീം പള്ളിമുക്ക്, ടീം ഊളമുക്ക്. അർത്ഥം നോക്കിയിട്ടല്ല, അപ്പൊ മനസ്സിലായി. വെള്ളപ്പൊക്കം, വെള്ളച്ചാട്ടം, പ്രളയം, കുളം, തോട്. 2 വെള്ളം. പ്രളയം. വെള്ളം, വെള്ളപ്പൊക്കം, വെള്ളച്ചാട്ടം, പ്രളയം, കുളം, തോട്. അല്ലല്ല, ഞങ്ങൾ 6 പേരുണ്ട്. വെള്ളം, വെള്ളപ്പൊക്കം, വെള്ളച്ചാട്ടം, പ്രളയം, കുളം, തോട്. വെള്ളച്ചാട്ടം, വെള്ളപ്പൊക്കം, തോട്. ഇനി പ്രളയം, പ്രളയം, കുളം, പിന്നെ വെള്ളം. പ്രളയം, കുളം. പ്രളയം. പ്രളയം, കുളം. വാറൈ. സെറ്റില്ലേ? അപ്പൊ ഗൈസ്, ഗെയിം എന്താണെന്ന് വെച്ചാൽ ട്രഷർ ഹണ്ട് ആയിരുന്നു കേട്ടോ. കറണ്ടുമായി മല്ലിട്ടുകൊണ്ടുള്ള യാത്ര ഓരോ ടീമുകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
തിരച്ചിലോട് തിരച്ചിൽ. ആദ്യത്തെ ക്ലൂ കറണ്ട് മാർഗമേ. കറണ്ട് മാർഗം പറയുമ്പോൾ വെള്ളത്തിനടുത്ത് അറിയുന്നതാണ് ആദ്യത്തെ കാണുന്നത്. കറണ്ട് മാർഗമേ. അപ്പൊ ഗൈസ് ഇതോടുകൂടി ഇപ്പൊ തൽക്കാലം ഇത് ഇവിടെ നിർത്തുകയാണ്. ബാക്കി പാർട്ട് 2 ആയിട്ട് വരും. വീഡിയോ ഇഷ്ടമായ സർക്കബയ്യ ബെല്ലൈക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പസ്സലാം.